എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 7 മുതൽ 11 വരെ. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണമെന്നു പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായം വിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കുമെന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തനും വെള്ള നിലയങ്കി കൊടുത്തു. അവരെപ്പോലെ കൊല്ലപ്പെടുവാനായിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാട് ഉണ്ടായി. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു നല്ല പ്രഭാതത്തിലേക്കാണ് ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ മുദ്രകളുടെ ചില വ്യാഖ്യാനങ്ങൾ, ആ ഓരോ മുദ്രയും പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതകൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നിവിടെ 4-ാമത്തെ മുദ്ര പൊട്ടിച്ചു. ഓരോ കഷ്ടതയും ദുരിതവും ഭൂതലത്തിൻ്റെ ഒരു ഭാഗത്തെ മാത്രമേ ബാധിക്കുന്നുള്ളൂ എന്നത് ശ്രദ്ധേയമാണ്. ഇത് അന്ത്യമല്ല, അതിൻ്റെ ലക്ഷണങ്ങൾ മാത്രമാകുന്നു എന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു. മഞ്ഞക്കുതിര ഭയവിഹുലമായി വിളറിയ മുഖത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അതിൻ്റെ മൂലപദം, അതായത് ഗ്രീക്ക് ഭാഷയിലുള്ള അതിൻ്റെ പദം താനാറ്റോസ് എന്നാണ്. വസന്ത എന്നോ മരണമെന്നോ ഒക്കെ അതിനെ പരിഭാഷപ്പെടുത്താം. യുദ്ധവും പഞ്ഞവും വസന്തയും ലോകത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുഗത്തിലാണ് യോഹന്നാൻ വെളിപ്പാട് എഴുതുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ചതുർവിധ കഷ്ടങ്ങൾ നിറഞ്ഞ ന്യായവിധിയെപ്പറ്റി പഴയ നിയമം ആവർത്തിച്ച് പറയുന്നുണ്ട്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം, ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നു. യുദ്ധവും അടിമയും പഞ്ഞവും വസന്തയുമെല്ലാം അവിടെ കാണാം. യോഹന്നാൻ ഇതെടുത്ത് അന്ത്യകാല ന്യായവിധിയുടെ മുന്നോടിയായ അടയാളങ്ങളായി അവതരിപ്പിക്കുകയാണ്. ഒരു രാജ്യത്തിനും ജനതയ്ക്കും അവരുടെ പാപങ്ങളുടെ അനന്തരഫലങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ സാധ്യമല്ലെന്ന് തറപ്പിച്ച് പ്രസ്താവിക്കാനാണ് ദാർശനികനായ യോഹന്നാൻ ശ്രമിക്കുന്നത്. 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ രക്തസാക്ഷികളുടെ ആത്മാക്കളെ കാണുന്നു. 5-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്ത രക്തസാക്ഷികളുടെ ആത്മാക്കൾ യാഗപീഠത്തിൻ്റെ കീഴിൽ പ്രത്യക്ഷപ്പെടുന്നു. സ്വർഗത്തിൽ ഒരു യാഗപീഠമുണ്ടെന്ന് വെളിപ്പാട് പുസ്തകം ആവർത്തിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. ഇതൊരു പുതിയ ആശയമല്ല. സമാഗമന കൂടാരം പൂർത്തിയാക്കിയപ്പോൾ ദൈവം നിർദ്ദേശിച്ച പ്രകാരം സ്വർഗത്തിലെ മാതൃകയനുസരിച്ചാണ് എല്ലാം ഉണ്ടാക്കിയത് എന്ന് പഴയ നിയമത്തിൽ വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിലും സംഖ്യ 8-ലും ഒക്കെ നമ്മൾക്ക് അത് കാണാം. യെരുശലേം ദേവാലയത്തിലെ യാഗത്തിൻ്റെ ചിത്രമാണ് യോഹന്നാൻ ഇവിടെ പ്രതിഫലിപ്പിക്കുന്നത്. പീഡനത്തിലൂടെ ക്രിസ്തുവിന് വേണ്ടി തങ്ങളെ തന്നെ യാഗമർപ്പിക്കുന്ന രക്തസാക്ഷികളുടെ ആത്മാക്കൾ യാഗപീഠത്തിന് കീഴിൽ വിശ്രമിക്കുകയാണെന്ന് യോഹന്നാൻ കരുതുന്നു. യാഗം കഴിക്കുമ്പോൾ രക്തത്തിൻ്റെ ഉറവിടം യഹോവയ്ക്കുള്ളതാവുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ അത് എടുത്തു പറയുന്നു. ജീവന്റെ ഉറവിടം
ദൈവത്തിനുള്ളതാണ്. യാഗപീഠത്തിന് കീഴിലുള്ള രക്തസാക്ഷികളുടെ ആത്മാക്കൾ എന്താണെന്ന് ഈ പഴയ നിയമ യാഗങ്ങളുടെ പശ്ചാത്തലം വ്യക്തമാക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷി മരണം വരിച്ചവർ ദൈവത്തിന് യാഗമായി തങ്ങളുടെ രക്തം ചൊരിഞ്ഞു ജീവനെ അർപ്പിക്കുകയാണ് ചെയ്തതെന്നർത്ഥം. പൗലോസ് അപ്പോസ്തലനും ഈ പ്രതിരൂപം ആവർത്തിച്ച് പ്രയോഗിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന് വേണ്ടി മക്കാബിയരുടെ കാലത്ത് യഹൂദർ വിശ്വാസത്തിന് വേണ്ടി കഷ്ടത സഹിച്ചു. യേശുക്രിസ്തുവിന് മുൻപ് അതേ സംബന്ധിച്ചൊരു പാരമ്പര്യ കഥയുണ്ട്. ഒരമ്മയ്ക്ക് 7 മക്കളുണ്ടായിരുന്നു. യഹൂദ വിശ്വാസവും പാരമ്പര്യവും വിശ്വസ്തയോടെ കാക്കുന്നതിന് വേണ്ടി പ്രാണത്യാഗത്തോളം പോരാടേണ്ടി വന്നപ്പോൾ ആ അമ്മ മക്കളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ മഹത്വത്തിൻ്റെ കിരീടം പ്രാപിക്കുമ്പോൾ അബ്രഹാമിനോട് ഇങ്ങനെ പറയണം, അങ്ങ് ഏകജാതനായ പുത്രനെ യാഗം കഴിപ്പാൻ ഒരു യാഗപീഠം പണിതല്ലോ. എന്നാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ അത്തരം 7 യാഗപീഠങ്ങൾ പണിതിട്ടുണ്ട്. ഞങ്ങൾ 7 പേരും യാഗം കഴിക്കപ്പെട്ടവരാണ്. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നാത്യോസ് അഗ്നിക്ക് ഇരയാകുവാൻ വിധിക്കപ്പെട്ട് റോമയിലേക്ക് പോകുന്ന വഴിയിൽ ഇപ്രകാരം പ്രാർത്ഥിച്ചു, ദൈവമേ, നിനക്ക് അംഗീകാരയോഗ്യമായ യാഗമായി എന്നെ സ്വീകരിക്കണമേ. നീതിമാൻ നന്മയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുകയും മരിക്കുകയും ചെയ്യുമ്പോൾ അതൊരു ദുരന്തമായോ ദൈവകോപമായോ ലോകം കണക്കാക്കും. മനുഷ്യരുടെ തിന്മയും പൈശാചിക ശക്തികളും അതിൽ അന്തർഭവിച്ചിരിക്കാം. എന്നാൽ നീതിമാന്റെ കഷ്ടത, മരണം, കൊമ്പും കുളമ്പുമുള്ള കാളയെ യാഗമർപ്പിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠവും അംഗീകാരയോഗ്യവുമായ യാഗമായി ദൈവം സ്വീകരിക്കുന്നു. രക്തസാക്ഷികളുടെ രോദനം ഇവിടെ നമ്മൾ കാണുന്നു. അതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങൾ: ഒന്ന്, കഷ്ടപ്പെടുന്ന നീതിമാന്റെ നിലവിളി നിത്യതയോളം നിൽക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു 70-ാം സങ്കീർത്തനത്തിൽ, കർത്താവേ, എത്രത്തോളം, ദുഷ്ടന്മാർ എത്രത്തോളം, എങ്കിലും ദൈവത്തിൻ്റെ ആത്യന്തിക വിശ്വസ്തതയെയും നീതിയെയും രക്ഷണ്യ വ്യാപാരത്തെയും വിശ്വാസവീരന്മാർ ഒരിക്കലും സംശയിച്ചില്ല. വിമർശന വിധേയമാകുന്ന ഒരു വേദഭാഗമാണ് ഇത്. പീഡകന്മാരുടെ ശിക്ഷാവിധി കാണാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധന്മാർ ദുഷ്ടന്മാരെ പാതാളത്തിലേക്ക് തള്ളിയിടുന്നത് കാണുമ്പോൾ സ്വർഗത്തിലുണ്ടാകുന്ന ആനന്ദം ഇതെല്ലാം പഴയ നിയമ ചിന്താഗതിയാണ്. മോശയുടെ സ്വർഗാരോഹണം എന്ന ഗ്രന്ഥത്തിൻ്റെ എഴുത്തുകാരൻ ദൈവത്തിൻ്റെ വാഗ്ദാനം ഇങ്ങനെ രേഖപ്പെടുത്തി, നീ ഉയരത്തിൽ നിന്ന് നോക്കി നിന്റെ ശത്രുക്കളെ പാതാളത്തിൽ കാണും, നീ അവരെ തിരിച്ചറിയുകയാൽ സന്തോഷിക്കും, ആകയാൽ നീ നിന്റെ സൃഷ്ടാവിനെ ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യും. പിൽക്കാലത്ത് സഭാപിതാവായ തെർത്തുല്യൻ അഖിലാണ്ടത്തിന്മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ദൃശ്യം പ്രതീക്ഷിക്കുന്ന ക്രിസ്തീയ പ്രത്യാശയെ ഗാനരൂപത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഓരോ മുദ്രയിലും അടങ്ങിയിരിക്കുന്ന അർത്ഥങ്ങൾ വ്യത്യസ്തമാണ്. 5-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ രക്തസാക്ഷികളുടെ ആത്മാക്കളെക്കുറിച്ചുള്ള ദർശനം. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നതൊന്നും വ്യർത്ഥമായി പോകുന്നില്ല. പ്രതിഫലം നൽകുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു. പ്രതിഫലമുണ്ട് നിശ്ചയം എന്ന് വായനക്കാരെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഓരോ തുള്ളി രക്തത്തിനും പ്രതിഫലം നൽകുന്ന കർത്താവ്, ക്രിസ്തുവിന് വേണ്ടി വീരത്യാഗങ്ങൾ വഹിച്ച വിശുദ്ധരുടെ രക്തം സഭയുടെ വിത്താകുന്നു എന്ന് നമ്മെ തെർത്തുല്യൻ ഓർപ്പിപ്പിച്ചതും ഈ പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിത പരിസരങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷികളായി ധീരമായി ജീവിപ്പാൻ ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതം ദാനമായി നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കൃപയും കരുണയും അടിയങ്ങൾക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ജീവിപ്പാനുള്ള ബലവും ഊർജവും ഇന്ന് ഞങ്ങൾക്ക് നൽകണം. പുതിയ സാധ്യതകളിലേക്കും നന്മകളിലേക്കും പ്രവേശിപ്പാൻ സഹായിക്കണം. ഭാരത്തോടും വിഷമതകളോടും കൂടി കഴിയുന്നവർക്ക് ദൈവം തമ്പുരാൻ പുതിയ വഴികളെ ഉപദേശിക്കണമേ.
കർത്താവെ, അവിടുത്തെ ഹിതം തിരിച്ചറിയുവാനുള്ള കൃപ നൽകണമേ. മറ്റ് ജീവിത പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ആശ്വാസവും ധൈര്യവും പ്രത്യാശയും നൽകണമേ. കർത്താവിൻ്റെ കരം വിടുതലിൻ്റെ കരമായി കൂടെ ഇരിക്കണമേ. ഇന്ന് ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്നവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവകൃപയെ ഓർത്ത് പ്രതീക്ഷയോടെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാനുള്ള കൃപ നൽകുകയും ദൈവത്തിൻ്റെ സാന്നിധ്യം നിരന്തരം പകരുകയും ചെയ്യണമെന്ന് യേശു മശിഹ മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സർവശക്തിയുള്ള ത്രിയേക ദൈവത്തിൻ്റെ കരുണയും കാവലും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.